ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ ആധാർ കാർഡിൽ ഫോൺ നമ്പർ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ വഴി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. ഇതേപോലെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡിന്റെ ഓഫീസിൽ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോൺ നമ്പർ ആധാർ കാർഡിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ UIDAIന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ആധാറിന്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സെർച്ച് ചെയ്യുക ആധാർ. ഇവിടെ കാണുന്ന ആധാർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യും. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻസ് ചോദിക്കും. ഈ പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇത് ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ആണ്, സോ ട്രസ്റ്റബിൾ ആണ്. ഓക്കെ, ഇവിടെ ഡിസ്കവർ കീ ഫ്യൂച്ചർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഫുള്ള് നെക്സ്റ്റ് എന്നും കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആധാറിന്റെ സൈഡിൽ നിന്ന് ലോഗിൻ ചെയ്യണം. സോ ഇവിടെ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഐ ആം റെഡി വിത്ത് മൈ ആധാറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആധാർ കാർഡിൽ കിടക്കുന്ന നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ കാണിക്കുന്നുണ്ടാകും. ഇവിടെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന ഐ അഗ്രിയിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രൊസീഡിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് സിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ നിങ്ങൾ ആധാർ കാർഡിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്പർ ഇവിടെ കൊടുക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അഥവാ നിങ്ങളെ പഴയ നമ്പർ ബ്ലോക്ക് ആയോ അതോ ക്ലോസ് ആയോ, അപ്പോൾ നിങ്ങളെ പുതിയ നമ്പർ വെച്ച് ഇവിടെ ലോഗിൻ ചെയ്ത് ഈ സർവീസിനെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന നമ്പർ വർക്കിംഗ് ആയിരിക്കണം, റീചാർജബിൾ ആയിരിക്കണം. ബിക്കോസ് ഇവിടെ ഒരു SMS സെൻഡ് ചെയ്യും. ആ SMS നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് സെൻഡ് SMS ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു SMS വരും, വെരിഫൈ ആകും. സോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സിം വെരിഫിക്കേഷൻ വന്നിട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ കണ്ടിന്യൂ ടു ഫേസ് ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആകും. ഇവിടെ പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന നമ്പർ നിങ്ങളെ ആധാർ കാർഡിൽ ലിങ്ക്ഡ് അല്ലാത്ത നമ്പറാണ്, വേറെ നമ്പറിലൂടെയാണ് ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ നമ്പർ കൊണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്ന പുതിയ നമ്പറിലൂടെയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ കണ്ടിന്യൂ വിത്ത് ദിസ് നമ്പറിന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളെ ഫ്രണ്ടിൽ കാണിക്കുന്ന ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യേണ്ട ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഫേസിനെ സ്കാൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു സർക്കിൾ ഓപ്പൺ ആകും. ഇവിടെ ആരെ ആധാർ നമ്പറാണോ എൻ്റർ ചെയ്തിരിക്കുന്ന അവരെ ഫേസ് ഇവിടെ കാണിക്കേണ്ടി വരും. നിങ്ങളതാണെങ്കിൽ നിങ്ങളെ ഫേസ് കാണിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ ലൈറ്റ് കത്തുകയാണെങ്കിൽ 3 പ്രാവശ്യം നിങ്ങളെ കണ്ണ് അടച്ച് തുറക്കണം. അഥവാ നിങ്ങൾ സൺഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു എറർ വരും. അതേപോലെ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാൻ പറ്റും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇപ്പോൾ നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വന്ന് സക്സസ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രൊസീഡ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിൻ സെറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പിൻ ചോദിക്കും. സോ ഈ പിൻ നിങ്ങൾ അടിച്ചു കൊടുത്താൽ തന്നെ നെക്സ്റ്റ് ഓപ്പൺ ആകും. നെക്സ്റ്റ് ഇവിടെ കൺഫേം യുവർ പിന്നിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ QR കോഡ് കാണിക്കും. ഈ QR കോഡ് നിങ്ങൾക്ക് ഡിജിറ്റൽ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു UPI പേയ്മെൻറ്റ് പോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് ഫിസിക്കൽ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഒരു QR കോഡ് കാണിക്കുന്നുണ്ടാകും. ഈ QR കോഡ് വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഓതന്റിക്കേഷൻ ചെയ്തിട്ട് റേഷൻ വാങ്ങിക്കാൻ പറ്റും. അഥവാ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ അതോ എയർപോർട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓതന്റിക്കേഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ID ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഏതെങ്കിലും കോപ്പി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഷെയർ ID ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്റ്റീവ് ഷെയർ എന്ന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന മൊബൈൽ നമ്പർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം, അതിനുവേണ്ടി കുറച്ച് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ ആധാർ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ ഓപ്ഷൻ കിടക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഫസ്റ്റ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് അഡ്രസ്സ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നെയിം വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ മൊബൈൽ നമ്പറാണ് കറക്ഷൻ ചെയ്യേണ്ടത്. സോ അവിടെ ക്ലിക്ക് ചെയ്യാം. ഈ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോസസ് ഫീസ് ചോദിക്കും. 75 rupees ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP വരും. അത് വെച്ച് വെരിഫൈ ചെയ്ത് കൊടുക്കണം. ഈ അപ്ഡേഷൻ്റെ ടൈം വന്നിട്ട് 30 days ആണ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി നിങ്ങൾക്ക് ഒരാഴ്ചൻ്റെ അകത്തിന് അപ്ഡേറ്റ് ആകുന്നതാണ്. നെക്സ്റ്റ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളെ പഴയ രജിസ്റ്റർ മൊബൈൽ നമ്പർ കിടക്കുന്നുണ്ടാകും. അത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പുതിയ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പുതിയ മൊബൈൽ നമ്പർ. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്ന സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോണിൽ ഒരു OTP വരും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ നമ്പറിലൂടെ. ഇത് നിങ്ങളതാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. സോ നമുക്ക് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വെരിഫൈൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
ഇതേപോലെ നമ്മളെ മൊബൈൽ OTP വെരിഫിക്കേഷൻ ആയിട്ടുണ്ട് പുതിയ നമ്പറിലൂടെ. ഇനി നമുക്ക് വരുന്നത് ഫേസ് ഓതന്റിക്കേഷൻ ആണ്. ഫേസ് സ്കാൻ ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മളാണോ യൂസ് ചെയ്യുന്നത് അതോ ഏതെങ്കിലും ഫ്രോഡ് സ്കാമർ യൂസ് ചെയ്യുന്നതാണോ ചെക്ക് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഫേസ് ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ നിങ്ങളെ ഫേസ് ഒന്ന് സ്കാൻ ചെയ്യണം. അതിന് മുമ്പ് ശ്രദ്ധിക്കുക, നിങ്ങളെ ഫേസിൽ ഏതെങ്കിലും ലെയറോ എന്തെങ്കിലും ഷേഡോ അടിക്കുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. എന്തെങ്കിലും സൺഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഫേസ് കാണിക്കേണ്ടി വരും. ഇവിടെ നിങ്ങളെ ഫ്രണ്ടിൽ റെഡ് സർക്കിൾ ആണ് കാണുന്നത്. അതിന്റെ പകരം ഗ്രീൻ സർക്കിൾ മാറുമ്പോൾ നിങ്ങളെ ഐസ് വന്നിട്ട് 3 ടൈംസ് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ ഫേസ് വന്നിട്ട് സ്കാൻ ആകും. നമ്മൾ ഓതന്റിക്കേഷൻ വേണ്ടി സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയതിനു ശേഷം ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. 75 റുപ്പീസ് ഫീസ് പേയ്മെന്റ് ചെയ്യണം കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇവിടെ കാണുന്ന റേസർ പേയിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് കൺഫേം ആൻഡ് പേയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് മെത്തേഡ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ പേയ്മെന്റ് ആണ്. സോ നമുക്ക് UPI വഴി സെൻഡ് ചെയ്യാം. ഞാനിവിടെ UPI ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഗൂഗിൾ പേ ആണ്. സോ അതിന്റെ പിൻ ചോദിക്കും, ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ പേയ്മെന്റ് വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ റിക്വസ്റ്റ് വന്നിട്ട് സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പിന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ റെസിപ്റ്റ് വന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ കാണുമ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇവിടെ റിക്വസ്റ്റ് വന്നിട്ട് കിടക്കുന്നുണ്ടാകും. ഇവിടെ ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ട് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഇനി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇന്റർണൽ വെരിഫിക്കേഷൻ ചെയ്യാൻ കുറച്ച് ടൈം ആകും. മോസ്റ്റ്ലി 3 to 4 ഡേയ്സ് ആകും. ഓക്കെ, അഥവാ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റിക്വസ്റ്റ് സ്റ്റേറ്റസ് എന്തായെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും സർവീസിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് സ്റ്റേറ്റസ് കാണാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.